നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ എന്ന് പറയുന്ന ആ മനോഹരമായ ദേശഭക്തി ഗാനം എവിടെ പാടിയാലും പ്രശ്നമാണ്. കാരണം ഇത് സംഘികളുടെ പാട്ടാണ്, സംഘപരിവാറിന്റെ പാട്ടാണ് എന്നാണ് കൂടുതൽ ആളുകൾ പറഞ്ഞ് പരത്തുന്നത്. ആ വരികൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അത് അങ്ങനെയല്ല എന്ന്. പക്ഷെ കൂടുതലും ഈ പാട്ട് പാടുന്നത് സംഘികളാണ്. പക്ഷെ ഇത് ആസ്വദിക്കുന്നത് സംഘികൾ മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു മുസ്ലിമും ഒക്കെ ഈ ഗാനം ആസ്വദിക്കുന്നുണ്ട്. അതിന്റെ ഈണം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഈ ഗാനം ഇവിടെ കണ്ണൂര് കണ്ണാടിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം മുത്തപ്പൻ മടപ്പുരയിൽ ഈ ഗാനം സ്റ്റേജ് പരിപാടിക്ക് പാടുകയും ആ പാടുന്ന സമയത്ത് ഒരു സഖാവ് വന്നിട്ട് ഈ ഗായകനെ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഈ കമ്മിറ്റിക്കാരോട് പറയൂ എന്ന് പറയുന്നു. അങ്ങനെ കമ്മിറ്റിക്കാര് സ്റ്റേജിൽ വന്ന് ഈ പറയുന്ന സഖാവിനെ സ്റ്റേജിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇടുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മിറ്റിക്കാർക്ക് കുറച്ചെങ്കിലും മാന്യത ഉണ്ട് എന്നാണ് തോന്നിയത്. അയാളെ അടിച്ച് പപ്പടമാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ പപ്പടമാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഞാൻ ഈ വീഡിയോ കാണുന്നത് മീഡിയ വണ്ണിന്റെ ചാനലിൽ നിന്നാണ്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് ചാനലുള്ളൂ. അതൊന്നും മീഡിയ വണ്ണും മറ്റൊന്ന് ജനൻ TV ആണ്. ഇവർക്ക് ഈ വർഗീയത അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ഈ പറയുന്ന സഖാവിനെ സ്റ്റേജിൽ നിന്ന് എടുത്ത് പുറത്തിടുന്നു. അങ്ങനെ ഈ ഒരു ദൃശ്യം കണ്ടിട്ട് ഞാൻ മീഡിയ വണ്ണിന്റെ അതിന്റെ കമന്റിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് അഭിമാനപൂരിതമായിട്ടുള്ള കമന്റുകൾ ഇടുന്നതാണ്. അതായത് സഖാവാണ് സൂപ്പർ, ആ സ്റ്റേജിൽ കയറി അങ്ങനെ പറയാനുള്ള ഒരു ആർജവം കാണിച്ച് സഖാവാണ് ഹീറോ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ എന്തൊരു അല്പത്തരമാണ് അയാൾ കാണിച്ചത്. ഒരു പക്ഷേ ആ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി ആയിരിക്കണം ആ സ്റ്റേജിൽ കയറിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലാത്തൊരാൾക്ക് അത്രയും ധൈര്യത്തോടെ ആ സ്റ്റേജിൽ കയറാൻ പറ്റില്ല. അയാളെ പരിചയമുള്ളത് കൊണ്ട് ഈ കമ്മിറ്റിക്കാരും വലിയ പ്രശ്നമാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ അറിയുന്ന ആളല്ലേ, അയാൾ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെ കയറി ആ ഗായകനോട് പറയുകയാണ്, നീ ഇനി പാടരുത് എന്നൊക്കെ കൈ ചൂണ്ടി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വിവരമില്ലായ്മ എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വിവരമില്ലാത്തവരാണ് അത്തരം രീതിയിൽ അവിടെ സ്റ്റേജിൽ കയറി ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുക. അതും കമ്മിറ്റിക്കാരല്ലാത്ത ഒരാളൊക്കെ അങ്ങനെ പറയുക എന്ന് പറയുന്നത് 100% നമുക്ക് അങ്ങനെ തന്നെ അതിനെ കാണാൻ കഴിയുള്ളൂ എന്നതാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഈ കമ്മിറ്റിക്കാർ അയാൾ എടുത്തിട്ട് സ്റ്റേജിൽ നിന്ന് എടുത്തിട്ട് താഴെ ഇടുമ്പോൾ കമ്മിറ്റിക്കാരാണോ ഹീറോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സഖാവാണോ ഹീറോ എന്ന് വെച്ചാൽ അതും അല്ല എന്ന് പറയും. ഇത്രയും പ്രഷറും അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ട് ഒരാൾ സ്റ്റേജിൽ പറയുമ്പോഴും വളരെ ആർജവത്തോടു കൂടി തന്നെ ഒരു തരി പോലും മുഖഭാവം മാറാതെ, സ്വരങ്ങൾ തെറ്റാതെ, ശ്രുതി മാറാതെ അതിമനോഹരമായി ആ പാട്ട് പാടിത്തീർത്ത ആ ഗായകനും ഗായികയുമാണ് യഥാർത്ഥ സൂപ്പർ ഹീറോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവര് തന്നെയാണ് സൂപ്പർ ഹീറോ. അവർക്ക് ആ പാട്ട് പാടുന്നതിൽ എന്തെങ്കിലും ഒരു ഇടർച്ച വരികയാണെങ്കിൽ ഈ പറയുന്ന ഈ വന്ന് ഭീഷണിപ്പെടുത്തിയ ആൾ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരിക്കലും അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഹീറോ അവിടുത്തെ കലാകാരന്മാരായിട്ടുള്ള ആ ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലത്തെ ദേശഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഗാനങ്ങളൊക്കെ പാടുമ്പോൾ പലരും പറയുന്ന കുറച്ച് ജാതീയമായിട്ട് അല്ലെങ്കിൽ ഒരു മതവിഭാഗമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അമ്പലത്തിലായതുകൊണ്ട് ഇതുപോലത്തെ ഗാനങ്ങൾ പാടുന്നു എന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഗാനമേളയ്ക്ക് ഇന്നും പല സ്ഥലങ്ങളിലും ഗാനമേള നടക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2025 ഗാനമേള നടക്കുന്ന പല സ്ഥലങ്ങളിലും ഈ ക്ഷേത്രങ്ങളുടെ അങ്കണത്തിൽ നടക്കുന്ന ഗാനമേളകളിൽ പലരും ആവശ്യപ്പെടുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ഗാനമേള ഓളം സൃഷ്ടിക്കുന്ന 90 കിഡ്സിനൊക്കെ ഇപ്പോഴും ഓളം സൃഷ്ടിക്കുന്ന ഒരു പാട്ടായിട്ടുള്ള മോഹൻ സിത്താര ഈണം പകർന്ന് ജയറാം അഭിനയിച്ച ദിൻ ദിൽ സലാം സലാം ദിൻ മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അതൊക്കെ ഇപ്പോഴും അമ്പലത്തിന്റെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ പാടുന്നുണ്ട്. അവിടെ ഒന്നും ആരും ജാതി മതം ഒന്നും നോക്കുന്നില്ല. മാത്രമല്ല, ഈ ഒരു ഗണഗീതം പാടുന്നതിന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ക്രിസ്ത്യൻ സംഘടനയോ അല്ലെങ്കിൽ SDPI മുസ്ലിം ലീഗോ ഇതിനെതിർത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ മലപ്പുറത്ത് ഒരു സ്കൂളിൽ ഹിജാബ് ഇട്ടിട്ടാണല്ലോ ഈ പെൺകുട്ടികൾ പാടിയത്. അന്നും എതിർത്തത് മുസ്ലിം ലീഗോ
അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ SDP ഒന്നുമല്ല. ഇവിടെ മനുഷ്യനാകണം, അതുപോലെ മതേതരത്വം വേണം എന്നൊക്കെ പാടി നടക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിനൊക്കെ എതിർക്കുന്നത്. അപ്പൊ യഥാർത്ഥ വർഗീയവാദികൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ അത് പറഞ്ഞു നടക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഒന്നിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ഓരോ ആളുകൾ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പരമപവിത്രയുടെ കാര്യം ഒരുപാട് തവണ ഞാൻ വീഡിയോ ചെയ്തതാണ്. അത് ഇനിയും ഇത്തരം കാര്യങ്ങളിൽ പറയാൻ താല്പര്യമില്ലാതെ ഇരുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ഏതൊരു കാര്യത്തിനെയും നമ്മൾ എതിർക്കുമ്പോൾ ആ കാര്യം കൂടുതൽ ശക്തി പ്രാപിക്കും എന്നാണ് പറയാറുള്ളത്. അത് ഏത് കാര്യമായാലും അതൊരു പ്രപഞ്ച സത്യമാണ്. അതിന് കൂടുതൽ ആ ഒരു ഗണഗീതത്തെ കൂടുതൽ ജനപ്രിയമാക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളായിട്ട് മാത്രമേ ഇതൊക്കെ ഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഗാനമേള അവിടെ നടക്കുന്നു, ഈ പാട്ട് പാടുന്നു, എല്ലാവരും അത് ആസ്വദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് പോലും കേരളത്തിൽ ഒരാളുകളും ഞാനടക്കമുള്ള കുറെ ആളുകളും ഞാൻ പറയുന്നതിലൂടെ കുറെ ആളുകളും ഒന്നും അറിയുമായിരുന്നില്ല. പക്ഷെ ഇവിടെ എതിർത്തപ്പോ, ഈ സഖാവ് കയറി അതിനെ എതിർത്തപ്പോൾ മാത്രമാണ് ഇതൊരു വാർത്തയാവുന്നതും ഇതൊരു വീണ്ടും ആളുകൾക്ക് ഈ പാട്ട് പാടണം എന്നുള്ളൊരു ത്വര വരികയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിന് കമ്മിറ്റിക്കാർക്കും കേരളത്തിലെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ആ സഖാവിനോട് നന്ദി പറയാം എന്നുള്ളതാണ് പറയാനുള്ളൂ. എന്തായാലും ആ ഗാനത്തിന്റെ 2 വരികൾ കൂടി പാടിക്കൊണ്ട് നിർത്തുന്നു. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ആ പാട്ട്. അതിന് നമ്മൾ ഈ എന്താ പറയാ, യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ആരാധകര് ഒരുപാടാണ്. ഈ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എല്ലാവരും ഈ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ പാട്ട് വളരെയധികം ഇഷ്ടമാണ്. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. നന്ദി, നമസ്കാരം.